ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കട്ടപ്പനയ്ക്കാണ് വരുന്നതെന്ന് കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റായിട്ടും മെസ്സേജസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കട്ടപ്പനയിൽ ആരാണുള്ളത്, എന്താ കട്ടപ്പനയ്ക്ക് പോയെന്ന്. കട്ടപ്പനയിലാണ് എല്ലാവരും ഉള്ളത് കേട്ടോ എൻ്റെ. അപ്പം അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും തന്നെ കട്ടപ്പനയാണ്. അതിൽ അച്ഛൻ്റെ ചേട്ടൻ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ എറണാകുളത്ത്. പിന്നെ ഞങ്ങൾ പാലായിലും, അങ്ങനെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ഫാമിലിയും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചുറ്റിനും ഉള്ളത് കൊണ്ടും റെസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും മക്കളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ആകുമ്പോൾ ഓക്കെ ആയിരിക്കും. കാരണം ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരും ഓക്കെ ആയിരിക്കും എന്ന ഒരു കാര്യത്തിൽ നമ്മൾ കട്ടപ്പനയിൽ വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം രാജുക്കൊച്ചനാണ് ആദ്യം കണ്ടത്. ഇത് ഉണ്ണിക്കൊച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയനാണ് ഉണ്ണിക്കൊച്ചൻ. പിന്നെ രാജുക്കൊച്ചനാണെങ്കിൽ അച്ഛൻ്റെ നേരെ ഇളയ അനിയൻ. രാജുക്കൊച്ചനും കൊച്ചമ്മയും കൂടെ രാവിലെ തന്നെ വന്നതായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി വന്നു. വെളുപ്പിനെ തന്നെ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ കൊച്ചൻ എന്നാൽ വീട്ടിലോട്ട് വിടാമെന്നും പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ അവർ വന്നിട്ട് പോയി. ഇത് ധ്യാന, ഉണ്ണിക്കൊച്ചൻ്റെ ഏറ്റവും ഇളയ മോനാണ് കേട്ടോ. ഇവിടെ 3 മക്കളാണുള്ളത്. മൂത്തയാൾ നന്ദന, രണ്ടാമത്തെയാൾ നന്ദിത, മൂന്നാമത്തെയാൾ ധ്യാന. നന്ദന ജോലി ചെയ്യുന്നു, നന്ദിത ഓസ്ട്രേലിയയിലാണ്, ധ്യാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ എന്നെ ഇതിന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ. ഇത് പിന്നെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൊച്ചമ്മയാണെങ്കിൽ വീഡിയോ എടുക്കുന്ന കാണുമ്പോഴത്തേക്കും തിരിഞ്ഞ് നിൽക്കും കേട്ടോ. അത് ചിറ്റയാണെങ്കിലും ശരി, കൊച്ചമ്മയാണെങ്കിലും അതെ, അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ചമ്മൽ പോലെയാണ്. കാരണം അവർക്കത് ശീലമില്ലല്ലോ. പിന്നെ സന്ധ്യ നന്ദന വിളക്കൊക്കെ കത്തിക്കുകയായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കൂടെ ഇപ്പം റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ വേദനയുണ്ട്. പതുക്കെ പതുക്കെയല്ലേ മാറുള്ളൂ. ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞാലേ തന്നെ എണീക്കാനും ഇരിക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇതെല്ലാം ദൈവം സഹായിച്ച് കഴിഞ്ഞ് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് റിക്കവറി ടൈമാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുത്ത് ഡോക്ടർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദിനുവാണെങ്കിൽ ഇടയ്ക്ക് അത്യാവശ്യമായിട്ട് മാവേലിക്കര വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ വണ്ടിക്കായിരുന്നു നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ വരാൽ. അപ്പോൾ വരാലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് വരാലിനെ കറിയും വെച്ചിട്ട് അതുപോലെ തന്നെ കപ്പയും കൂടെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ രാത്രിയിലത്തേക്കിന്. അപ്പോൾ ഇതാ വരാലിന് ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പാത്തും തീയാനും കൂടെ. അപ്പം അമ്മയും കൊച്ചമ്മയൊക്കെ കൂടെ അതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം എന്നാൽ അടുക്കളയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് അവരോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. എന്നോട് ഫുൾ ടൈം കിടക്കരുത്, മാക്സിമം നടക്കാനും ഒക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കിടന്നാൽ കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കും. പിന്നെ സന്ധ്യയാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊതുകുണ്ട് കേട്ടോ. അപ്പോൾ ചിറ്റയാണെങ്കിൽ കൊതുക് പറക്കുന്ന കണ്ടിട്ട് കൊതുകിനെ കൊല്ലുമായിരുന്നു. പിന്നെ ദിനു വരാലിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ വെട്ടി ശീലമുള്ളവർക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മീനാണ്. അപ്പോൾ അങ്ങനെ ദിനു കുറേയൊക്കെ നോക്കി ഒരു മീൻ ഒരു തരത്തിലൊക്കെ വെട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം എടുക്കുന്നത് കൊണ്ട് കൊച്ചനും ദിനവും കൂടെ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വെളിയിൽ കൊണ്ടുപോയി നന്നാക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരത് കൊണ്ട് വെളിയിൽ പോയി. ഇപ്പം ഞാൻ കുറച്ച് നേരം പിന്നെയും വന്ന് കിടന്നു. തനുവിനെയും ദിനും ഉറക്കി കിടത്തിയിട്ടായിരുന്നു പോയത്. ഇവള് പകലൊന്നും ഇപ്പോൾ ഉറങ്ങത്തില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ കളിച്ച് നടക്കണം. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഉള്ളത് കൊണ്ടും അവൾക്ക് നടക്കാൻ ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും തനു ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ഓടി ഇങ്ങ് വരുവാണ് കേട്ടോ. എല്ലാവരെയും കൂടെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അവൾക്ക്. അവർ പോയി മീനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ കഥ പറയുകയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല. കാര്യം വീഡിയോ ഒക്കെ എനിക്കിപ്പോൾ എടുത്തു തരുന്ന ഒന്നെങ്കിൽ ദിനു അല്ലെങ്കിൽ നന്ദന, അതല്ലാന്നുണ്ടെങ്കിൽ പാത്തു. ഇവർ 3 പേരുമാണ് കേട്ടോ എനിക്ക് മാറി മാറി വീഡിയോസൊക്കെ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ രാജുക്കൊച്ചനും വന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അപ്പം മീൻ വെട്ടുന്നത് എന്തോ സംഭവം എന്നൊക്കെ രാജുക്കൊച്ചനും കൂടെ വന്ന് നോക്കുവാണ് കേട്ടോ. അപ്പം ചിറ്റയും കൊച്ചമ്മയൊക്കെ കൂടെ അതിനിടയ്ക്ക് കപ്പയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പണ്ട് തൊട്ടേ. നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് നല്ല സന്തോഷമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അപ്പച്ചിയാണെങ്കിലും ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്ദന പറഞ്ഞു ചുമ്മാ അടക്കമല്ല എന്ന സിനിമ കാണാമെന്നും പറഞ്ഞിട്ട് അവൾ ലാപ്ടോപ്പിൽ സിനിമ കൊണ്ടുവന്ന് ഓണാക്കി വെച്ചു. അപ്പോൾ ചെരിഞ്ഞ് കിടന്നും തിരിഞ്ഞ് കിടന്നും കുറച്ച് നേരം ഇരുന്നും ഒക്കെ ആയിട്ട് ആ സിനിമ ഞാൻ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇങ്ങനെ നമ്മൾ കിടന്ന് ശീലമില്ലാത്തവർക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് കിടന്നല്ലേ പറ്റുള്ളൂ. ഈ സമയത്ത് റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതാ കപ്പയൊക്കെ ഇവിടെ റെഡിയായി. ചിറ്റ കപ്പയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്.
കല്യാണത്തിന് മുന്നേ വരെ വെക്കേഷൻ ആകുമ്പോഴും എപ്പോൾ സമയം കിട്ടിയാലും ഇങ്ങനെ കട്ടപ്പനയിൽ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. കൊച്ചിലെയൊക്കെ 2 മാസത്തെ വെക്കേഷന് ഫുൾ ടൈം കട്ടപ്പനയായിരിക്കും ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിയുമ്പോഴായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് പോവുക. കല്യാണത്തിന് മുന്നേ വരെ അങ്ങനെ തന്നെയായിരുന്നു. എന്ത് അവധി കിട്ടിയാലും ഞങ്ങൾ ഓടി ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ ഒത്തിരി കാലത്തിന് ശേഷം ഇങ്ങനെ വന്ന് കുറേ ദിവസം അടുപ്പിച്ച് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടാണ്. എല്ലാവരുടെയും കാണാനും എല്ലാവരുടെയും കൂടെ നിൽക്കാനും മക്കൾക്കാണെങ്കിലും ആ ഒരു ഇത് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പാത്തു ആണെങ്കിലും പാത്തുവിൻ്റെ അമ്മാവനാണ് ധ്യാൻ, എന്നാലും വലിയ ഇഷ്ടമാണ് രണ്ടുപേരും കൂടെ. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുകയും ചെയ്യും, എന്നാൽ ഭയങ്കര കളിയും കൂട്ടുമൊക്കെയാണ്. ധ്യാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പാത്തുവിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ മീനിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവരൊക്കെ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. അപ്പോഴേക്കും മീൻ വെട്ടിയ ഭാഗമൊക്കെ വെച്ചിട്ട് ചിറ്റയും ഒക്കെ കൂടെ ക്ലീൻ ചെയ്യുമായിരുന്നേ. ചിറ്റയ്ക്കും ക്യാമറ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊക്കെ ഇനി ശീലമായി വരണം എന്ന് ഞാൻ പറയും ചിറ്റയോട് എപ്പോഴും. അപ്പോൾ ഇതാ വരാൽ കറിയും കപ്പപ്പുഴുക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. തനുവാണെങ്കിൽ കസേരയൊക്കെ വലിച്ചിട്ട് കൊണ്ടുവന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മരുന്ന് കഴിക്കേണ്ടതുകൊണ്ട് ഞാനും കൊച്ചനും കൂടെ ആദ്യമേ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. നല്ല അടിപൊളി വരാൽ കറിയായിരുന്നു. ചിറ്റ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. ഇവിടെ നിന്നും അങ്ങനെ വരാലൊന്നും കിട്ടാത്തത് കൊണ്ട്, എന്നാലും നല്ല അടിപൊളി കറിയായിരുന്നു. അങ്ങനെ വരാലൊക്കെ ഏറെ കൂട്ടി. നമ്മൾ അവിടെയൊക്കെ വരാൽ മീൻ ഇങ്ങനെ സിസേറിയനും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴും നല്ലോണം കഴിക്കണം എന്ന് പറയും കേട്ടോ. നല്ല ഗുണമുള്ളൊരു മീനാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഫുഡെല്ലാം ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്കൊന്നും അങ്ങനെ നമ്മൾ എല്ലാ ഫുഡും ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ഫുഡും കഴിച്ചോളാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാം കഴിക്കാൻ തുടങ്ങി. പാത്തു എന്തിനോ അന്നേരം പിണങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. അതാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാനും കൊച്ചനും കഴിക്കാനിരുന്നു. പിന്നെ നന്ദനയും ധ്യാനും പാത്തുവും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് കഴിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും നന്നായിട്ട് കപ്പയും മീൻ കറിയൊക്കെ കഴിച്ചു. ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പയാണ് കേട്ടോ. അത് നമുക്കൊക്കെ കൊച്ചിലേ തൊട്ടേ അങ്ങനെയാണ്. കപ്പ, ചക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അതുണ്ടെങ്കിൽ പിന്നെ ചോറും ഒന്നും വേണ്ട. ഞാൻ പിന്നെ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പ തിന്നതിന് ശേഷം കുറച്ച് ചോറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അമ്മമാരും ദിനുവും കൊച്ചനും കൂടെ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ അവരെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ താണ്ടെ തനു ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോൾ തരുതര ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. തനു നന്നായിട്ട് ഉപദ്രവിക്കുന്നുമുണ്ട് എല്ലാവരെയും. അത് പ്രത്യേകിച്ച് ഇവളെയാണ് കേട്ടോ. നന്ദനയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. സ്നേഹം കൂടുമ്പോൾ അങ്ങ് ഉമ്മ വെക്കുന്ന മാത്രമല്ല മാന്തിപ്പറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും കമൻസ് വായിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എനിക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി. പിന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.